അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്യാതെയോ മാവ് കുഴക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യാതെ നമുക്ക് വളരെ പെട്ടെന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ എണ്ണയിലൊന്നും ഇട്ടിട്ട് പൊരിക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല മടുപ്പില്ലാതെ കഴിക്കാനും പറ്റും. അപ്പോൾ ഇതൊരെണ്ണം മാത്രം മതി കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് വയറ് ഫില്ലായി കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ആദ്യം ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് സ്റ്റൗവിൽ. അത് ചൂടായതിന് ശേഷം ഇതിലോട്ട് ഓയിലാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. എന്നിട്ട് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3-4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലോട്ട് 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇനി ആ ഒരു സവാളയുടെ കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. പൊടികളായിട്ട് നമ്മളിപ്പോൾ ഇതിലോട്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ബീഫിൻ്റെ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മീറ്റ് മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ, കുമിൻ പൗഡർ, അത് ചേർക്കുന്നുണ്ട്. നല്ല ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇത്രയും പൊടികൾ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി വരുന്നത് വരെ ഇതൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫ്, എല്ലൊന്നും ഇല്ലാതെ വേവിച്ചെടുത്തിട്ടുള്ള ബീഫ് ഒന്നങ്ങ് ഷ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 1-2 മിനിറ്റോളം ഇത് നല്ലോണം തന്നെ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ബീഫും സവാളയൊക്കെ എല്ലാം കൂടി മിക്സായി കിട്ടുന്ന തരത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് മസാല ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. ഇനിയൊരു പാത്രത്തിൽ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്നങ്ങ് മാറ്റി വെക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഫ് പാസ്ട്രി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പഫ് പാസ്ട്രിയും സമൂസയുടെയും സ്പ്രിംഗ് റോളിൻ്റെയും ഒക്കെ ഷീറ്റൊക്കെ നമ്മൾ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ റമദാനിലൊക്കെ നോമ്പിൻ്റെ സമയത്ത് ഒരുപാട് സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഈസി ആയിട്ട് ജോലികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുക. ഇത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈദ എടുക്കണം, കുഴക്കണം, പരത്തണം, അങ്ങനെ കുറേ ജോലി ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഓരോ ഷീറ്റിലും നമ്മുടെ മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കോണായിട്ട് ഒന്നങ്ങ് മടക്കിയെടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ കോണായിട്ടാണ് മടക്കിയെടുക്കുന്നത്. എന്നിട്ട് ആ ഒരു സൈഡുകളൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ടും നല്ലോണം ഒട്ടി കിട്ടണമെന്നില്ല കേട്ടോ. നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലല്ലോ. ഇത് ഞാനിപ്പോൾ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓയിലാണ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡുകൾ മുഴുവനായിട്ടും നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വിരിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്സ് വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫ്രയറിൽ 3 സ്നാക്ക് വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ 3ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഈ ഒരു സ്നാക്കിൻ്റെ മുകളിലായിട്ടൊന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗത്തെ എല്ലായിടത്തും ആ ഒരു എഗ്ഗ് എത്തുന്ന തരത്തിൽ വേണം ബ്രഷ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇത് നമുക്കൊന്നങ്ങ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എയർ ഫ്രയറിൽ ചെയ്തെടുക്കാൻ പറ്റുക, ഓയിലൊന്നും ഇല്ലാതെ. അപ്പോൾ ഇതാ ടൈം വെച്ച് കൊടുക്കുന്നത് 180 ഡിഗ്രിയിൽ 18 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനി ഹാഫ് കുക്കാകുന്ന സമയത്ത് ഒരു 8-7 മിനിറ്റൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്നും ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ആ ഒരു മുകൾ ഭാഗം നല്ലോണം കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു അടിഭാഗത്ത് കൂടി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അതൊന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അടിഭാഗത്ത് എല്ലായിടത്തും എത്തുന്ന തരത്തിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള മിനിറ്റ് ഇത് ക്ലോസ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി കിട്ടുമേ.
അപ്പോൾ ഇതാ ഇതിവിടെ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ക്രിസ്പിയാണ് കഴിക്കാൻ. നല്ല ലെയറായിട്ട് ഈ ഒരു പഫ്സിൻ്റെ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ പഫ്സ് പോലെ തന്നെ നല്ല ലെയറായിട്ടാണ് ഇതുള്ളത്. നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ. ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ബേക്ക് ചെയ്തെടുത്തിട്ട് നല്ല ചൂടോടെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ. ഇതൊരെണ്ണം മാത്രം മതി നമുക്ക് വയറ് പെട്ടെന്ന് ഫില്ലായി കിട്ടാനായിട്ട്. പിന്നെ ഒട്ടും എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫില്ലിങ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഒട്ടും എണ്ണയൊന്നും ചേർക്കാതെ നമുക്കിത് മടുപ്പില്ലാതെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനും പറ്റും. പിന്നെ ഇത് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ എയർ ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ബേക്ക് ചെയ്തെടുക്കുന്ന ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഓയിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാസ്ട്രി ഷീറ്റാണല്ലോ, അപ്പോൾ ആ ഒരു ലെയറൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ചൂടോടുകൂടെ തന്നെ കഴിക്കുമ്പോഴായിരിക്കും ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് പലഹാരം ഉണ്ടാക്കുന്ന ആലോചിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് വേഗം പോയിട്ട് പാസ്ട്രി ഷീറ്റ് വാങ്ങിക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേഗം തന്നെ അടുക്കളയിൽ നിന്നും ഇറങ്ങാനും പറ്റും. നോമ്പ് തുറക്കുന്ന സമയത്ത് കിടിലനൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഈസി റെസിപ്പീസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും.